അങ്ങോട്ട് ഇറങ്ങിക്കോളി. വിപ്ലവത്തിനും ജിഹാദിനും ആരോടൊക്കെ നടത്തണോ ഓരോടൊക്കെ. ഏത് ഈ പന്തലിന് പുറത്തു പോകുമ്പോ സുന്നികളെ നിഷേധിക്കാന്നിരിക്കുക, പേരോടോ കാന്തപുരമോ നിഷേധിക്കണെന്ത്? ഞങ്ങൾ അല്ലാത്തവരോട് പ്രാർത്ഥിക്കലില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ക്ലിപ്പിംഗ് ഇട്ടു കൊടുക്കും. ആരുടെ? മൊയ്ലിയാക്കന്മാര് നേരിട്ട് റസൂലിനോട് ദ്വേരക്കിട് പ്രാർത്ഥിക്കുന്നത് അല്ലേ? അതിലൊരു മുസ്ലിയാരെ പ്രാർത്ഥന നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. ഉണ്ടോ? നിങ്ങൾ ആരും മറന്നിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും മറന്നിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും മറന്നിട്ടുണ്ടോ? നമ്മൾ മൊയ്ലിയാരെ ഒരു തങ്ങളെ പ്രാർത്ഥന ഇടുകയാണ്. ആരോട്? റസൂലുള്ളാഹിനോട്. അത് കേട്ടോലെ മറന്നിട്ടുണ്ടാവൂലല്ലോ അല്ലേ? അതെന്താ പ്രാർത്ഥന? നമ്മളിട്ട് ജനങ്ങളെ കളിപ്പിച്ചു. എത്ര നേരമായി തങ്ങളെ, ഞങ്ങളെ കാണുന്നില്ല തങ്ങളെ, ഒന്ന് നോക്കണേ തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, ഇന്ന ആൾക്ക് കണ്ണ് വെച്ചു കൊടുത്ത തങ്ങളെ, എന്തായാലും ഇങ്ങനെ ഒരു പ്രാർത്ഥന നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിട്ട് ജനങ്ങളെ കേൾപ്പിച്ചപ്പോ എ പി സുന്നക്ക് മനസ്സിലായി അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന എ പി സുന്നിലുണ്ട്. സോളിഡ് എവിഡൻസ്, സിമെന്റഡ് പ്രൂഫ്. നിങ്ങൾ പറ, മുജാഹിദുകളിൽ ഇന്നെന്ന മൊയ്ലൈമാര്, സലായിമാര്, മദനിമാര്, സലഫിമാര് അല്ലല്ലാത്ത ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് വിശ്വസിക്കുന്നവരാണ്, സഹായം തേടാമെന്ന് വിശ്വസിക്കുന്നവരാണെന്നല്ലേ? മടവൂരികളെ, അലിമല്ല, കരിമ്പിലാക്കൽ പ്രഭൃതികളെ, സുല്ലമിമാരെ, ഒരു ക്ലിപ്പിംഗ് ഏതെങ്കിലും ഒരു സലായിയുടെ, ഏതെങ്കിലും ഒരു മദനിയുടെ, ഏതെങ്കിലും ഒരു സലഫിയുടെ കറോഫിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയോ? ജിന്നെ, എത്ര നേരമായി ജിന്നെ, കാണുന്നില്ല ജിന്നെ, ഇരുട്ടത്ത് വെളിച്ചം തരുന്ന ജിന്നെ, തടുക്കുന്ന ജിന്നെ, മേശ വലിച്ചാ കൊടുക്കുന്ന ജിന്നെ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഹാജരാക്കാൻ കഴിയോ? പിന്നെ എന്തിന് നിങ്ങൾ ഈ തോന്നിയാസം പറയണം? നമ്മുടെ ഊരികളെ, ആഖിറം നിങ്ങൾക്ക് കൂടി ബാധകമല്ലേ? പരലോകം നിങ്ങൾക്ക് കൂടി ബാധകമല്ലേ? സ്വർഗത്തിന്റെ ലോകത്ത് നിങ്ങൾക്കും ബാധകമല്ലേ? നിങ്ങൾ ഈ നുണ പറയുന്നതിന് അല്ല എന്തിന്? യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബയിൻ ഫതബയ്യനു. എന്ത് യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ബിനബയിൻ ഫതബയ്യനു. കരഞ്ഞുകൊണ്ട് എല്ലാവരും ഓർത്തോളുക, സത്യവിശ്വാസികളെ, ഒരു ഫാസിക്കായ മനുഷ്യൻ കളവ് ദാ നിങ്ങൾക്ക് കൊണ്ടുതരികയാണ് വാർത്ത. തത്വദീക്ഷിതയില്ലാത്ത വാർത്ത. മുജാഹിദുകളിൽ ആരായത്? ഇനി എന്താ ഈ പറയുന്നത്? അബ്ദുൽ ജബ്ബാർ മൗലവിയോ അബ്ദുൽ ഖാദർ മൗലവിയോ മുജാഹിദുകളിലെ ഏതെങ്കിലും ഒരു നേതാവ് ജിന്നിനോട് പ്രാർത്ഥിച്ച് മുശ്രിക്കായി എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ചെയ്ത മുഴുവൻ അമലുകളും അയാളത് പൊളിഞ്ഞുപോയി. ഒരിക്കലും പൊറുക്കാത്ത ശിർക്ക് അയാൾ ചെയ്തു. നരകം അയാൾക്ക് ഉറപ്പായി, സ്വർഗം അയാൾക്ക് നിഷിദ്ധമായി. ഈ വലിയ പാതകം ചെയ്ത മൗലവിയായി വരുന്നത് എന്ന് കള്ളപ്രചരണം പ്രചരിപ്പിക്കുന്നവരെ, അതാരാ മോനെ പോണത്? അത് ജിന്നാ മോനെ. ഈ വരുന്നതാരാ? അത് ജിന്ന് മൗലവിയാ മോനെ. ആ വരുന്നതാരാ? അള്ളാഹുവിന്റെ ദീന് പറഞ്ഞതിന്റെ പേരിൽ, ഹക്ക് പറഞ്ഞതിന്റെ പേരിൽ, യാഥാർത്ഥ്യം വിശദീകരിച്ചതിന്റെ പേരിൽ, യാ അയ്യുഹർ റസൂൽ, അല്ലയോ നബിയെ, ബല്ലിമാ ഉൻസില ഇലൈക മിർ റബ്ബിക്, നബിയെ അല്ലാഹ് നൽകിയത് മുഴുവനും വിശദീകരിക്ക് നബിയെ. അല്ലാഹ് എന്തിനെ കുറിച്ചൊക്കെ പറയാൻ പറഞ്ഞോ അതൊക്കെ വിശദീകരിക്ക് നബിയെ. അല്ലാഹനെ കുറിച്ച് എന്ത് പറഞ്ഞു അത് പറ നബിയെ. അമ്പിയാക്കളെ കുറിച്ച് എന്ത് പറഞ്ഞോ അത് പറ നബിയെ. മലക്കുകളെ കുറിച്ച് എന്ത് പറഞ്ഞോ അത് പറ നബിയെ. ജിന്നുകളെ കുറിച്ച് എന്ത് പറഞ്ഞോ അത് പറ നബിയെ. ലോകമതറിയട്ടെ നബിയെ. റസൂലുള്ളാഹി ഒന്നും മൂടി വെച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കേൾപ്പിക്കാം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയാൻ ഗൗരവപ്പെട്ടതാണ് ഈ വിഷയം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ പറയാണ്, എന്തിനാ അബൂ ഹുറൈറ നാട് മുഴുവനും ഹദീസ് പറഞ്ഞു നടക്കുന്നത്? അബൂ ഹുറൈറ എന്തിനാ എല്ലാ ഹദീസുകളും പറഞ്ഞ് നടക്കുന്നത്? അബൂ ഹുറൈറ ആ സമയത്ത് അബൂ ഹുറൈറ ഓതുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഗ്രന്ഥം ഓതുകയാണ്. ഇന്നില്ലെങ്കിൽ നാളെ മരിച്ചുപോയാൽ വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്ത് സംഭവിക്കും ഒരാൾക്ക് പറയാനാവില്ല. എവിടെ വെച്ച് നിങ്ങൾ മരിക്കും? സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ വചനമാണ്. ഇവിടെ എന്താ നിങ്ങളൊന്ന് കേട്ടോ. അബൂ ഹുറൈറ റളിയല്ലാഹു എന്ത് ദീനിൽ കേട്ടാലും മറല്ലാതെ ജനങ്ങളോട് പറയും. ആളുകൾ എന്ത് വിചാരിക്കും? അതിനകത്തെ ഒരു കാരണം പറയുന്നുണ്ട്.
നമ്മുടെ മാതൃക ഏതാ? സ്വഹാബത്തിന്റെ മാതൃക. നമ്മുടെ മാതൃക ഏതാ? നബിയുടെ മാതൃക. നമ്മുടെ മാതൃക ഏതാ? ഖുർആനിന്റെ മാതൃക. കേട്ടോളി. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ ഇല്ലല്ലദീന താബൂ വഅസ്ലിഹൂ വബയ്യനൂ ഫൗലൈക അതൂബു അലൈഹി വഅന തവ്വാബുർ റഹീം. ഈ രണ്ട് വചനങ്ങൾ നെഞ്ചകത്തേക്കാണ് കൊള്ളുന്നത്. വിശ്വാസികളെ, നമ്മുടെ നെഞ്ചകത്തേക്കാണ് ഇത് കൊള്ളുന്നത്. വിശുദ്ധ ഖുർആനാണ്, 2-ാം അധ്യായമാണ്, 159 160. ഇനി അർത്ഥം കേൾക്കണ്ടേ? ഞാനൊരല്പ ഫാസ്റ്റ് കുറച്ചിട്ട് പറയാം, ബാസ് കുറച്ചിട്ടും പറയാം കേട്ടോ. അർത്ഥം കേട്ടോ. നാം അവതരിപ്പിച്ച തെളിവുകളും മാർഗദർശനവും വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് നാം വിശദമാക്കി കൊടുത്തതിന് ശേഷം മറച്ചുവെക്കുന്നവരാരോ അവരെ അള്ളാഹു ശപിക്കും. ഇപ്പൊ ജിന്നിനെ പറ്റി അള്ളാഹു പറഞ്ഞു ഒരായത്തില്. ആ ആയത്തിന്റെ അടുത്ത് ഇരുത്തുക, ആ ആയത്തിന്റെ മാറ്റുക. പാതകമല്ലേ? അപരാധമല്ലേ? അപകടമല്ലേ? ഹേയ് ഹേയ് വിശ്വാസി സമൂഹമേ, നിങ്ങൾക്ക് എന്ത് പറ്റി? ആരെ കാത്തിരിക്കുക? അള്ളാന്റെ കിതാബിനെതിരെ പ്രവർത്തിച്ച സ്വർഗം തരാന്ന് റസൂല് പറഞ്ഞിട്ടുണ്ടോ? എന്താ പറഞ്ഞത്? അള്ളാഹ് അവതരിപ്പിച്ച തെളിവ് കണ്ണ് കണ്ടിട്ട് അത് ചില ആളുകൾക്ക് വേണ്ടി പറയാതെ മൂടി വെച്ചാൽ അള്ളാഹ് ശപിക്കുന്നു. എല്ലാ മലക്കുകളും ഒന്നടങ്കം ശപിക്കുന്നു. സഹോദരിമാരെ, പറ, അള്ളാന്റെ ശാപകോപങ്ങൾ കിട്ടുന്ന ആളാകണോ നമ്മള്? പറയ്. പടച്ച തമ്പുരാന്റെ ശാപകോപങ്ങൾക്ക് നമ്മൾ പാത്രീഭൂതരാകണോ? എന്നിട്ട് അള്ളാഹ് ഒരു കാര്യം കൂടി പറഞ്ഞ് തൊട്ട് താഴെ, എന്നാ മൂടി വെച്ച കാര്യം ശരിക്കും ജീവിതത്തിൽ മൂടി വെച്ചു, പക്ഷെ പിന്നെ പശ്ചാത്തപിച്ചു. പിന്നെയോ വസ്ലഹു വബയ്യനു, നിലപാട് നന്നാക്കി വിശദീകരിച്ചു കൊടുത്തു. വിശദീകരിച്ചു കൊടുത്താലോ അവന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കുന്നു. കണ്ടോ? ഉള്ളതുപോലെ. എനിക്കറിയാം, വളരെ പ്രഗത്ഭനായ ഒരാൾ പറയാൻ, ഞാൻ ഖുർആനില് ശൈത്താനെ കുറിച്ചും ജിന്നിനെ പറ്റി ആയത്ത് കണ്ടാൽ ഞാനതങ്ങ് മാറ്റിവെക്കും, അതല്ലാത്ത ഞാൻ ഖുത്ബ പറയും. ഇവനാരാ? ആലോചിക്ക്. ഇവിടുത്തെ പ്രശ്നം നിസാരല്ലോ. വിശ്വാസി സമൂഹമേ, ഇതര മുസ്ലിം സംഘടനകളെ, നിസാരല്ല. നരകത്ത് പോകുന്ന പ്രവൃത്തിയാ. മൂടിയക്കരുത്. പറഞ്ഞോളണം. ദീനിന്റെ തെളിവുകൾ മറച്ചു വെക്കാനുള്ളതല്ല, പറയാനുള്ളത്. മൂടി വെക്കാനുള്ളതല്ല, പറയാനില്ല. നാട്ടുകാരെന്ത് വിചാരിക്കും? അല്ലെന്ത് വിചാരിക്കടോ? എടോ, നിന്നെ സൃഷ്ടിച്ച പടച്ചോൻ എന്ത് വിചാരിക്കും? നാഥൻ എന്ത് വിചാരിക്കും? ഓർത്തില്ല. ചിന്തിക്കണേ. തീർന്നില്ല. എല്ലാരും അറിഞ്ഞോളി, എല്ലാരും മനസ്സിലായിക്കോളി. ഹക്ക് വിളിച്ചു പറയുന്നവർ അവരൊറ്റപ്പെടും. അതുകൊണ്ട് അവരോട് ഞാൻ ഒരു ആയത്ത് പറയാണ്. ആയത്ത്, അല്ലദീന യുബല്ലിഗൂന റിസാലത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. അള്ളാന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തുന്നവര് അള്ളാനെ മാത്രം പേടിക്കുക, വേറൊരാളെയും പേടിക്കാതിരിക്കുക. വേറൊരാളെയും. രണ്ടാമത്തെ കാര്യം റസൂലിലുള്ള വിശ്വാസമാണ്. ഒന്ന്, അള്ളാഹുവിലുള്ള വിശ്വാസം. അതാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രസകരമായ ചില പോയിന്റുകളിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമുദായത്തിന്റെ ചില അവസ്ഥകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന് ശ്രേയസ്കരനാണ്. നബിയേക്കാൾ ഉത്തമമായ ഒരു തലമുറ വേറുണ്ടോ? ഇല്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കേണ്ടത് കാഷ്ടിച്ചാൽ കഴുകണം. നബി പറഞ്ഞോ, ഞാൻ കാഷ്ടിച്ചാൽ കഴുകേണ്ടതില്ല. പറഞ്ഞോ. പോയിന്റ് നമ്പർ 1, മൂത്രമൊഴിച്ചാൽ കഴുകണം. മൂത്രമൊഴിച്ചിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ ശിക്ഷ. ശരിക്കാലോചിക്കണേ. മൂത്രമൊഴിച്ചിട്ട് കഴുകുക. വെള്ളം കുടിച്ചിട്ടുണ്ടാരോ തൊള്ളകുകല്? മൂത്രമായാ തൊള്ളകു. കാഷ്ടായാലോ
കുട്ടി ചെറിയ കുട്ടീനെ ഇങ്ങനെ വമ്പനല്ലേ എന്ന് പറഞ്ഞ് എടുത്തതായിരുന്നു. ഷൂ എന്ന് പറഞ്ഞ തൊള്ളയിലേ എന്റെ കുട്ടിന്റെ എന്ന് പറയോ. ഇതെന്തിനാ അങ്ങനെ പറയണെന്ന് കേട്ടോളിട്ടോ. ദാ ഒരു കിതാബ്, ഇത് കൈകൊണ്ട് വിടാൻ പറ്റൂല. നിങ്ങൾ തുറന്ന് വായിച്ചിരുമ്പോ ചിലപ്പോ ഇത് കൈകൊണ്ട് കൊണ്ടുവരും. എന്തെന്ന് വെച്ചാൽ ഇതെന്തിനിങ്ങനെ പിടിച്ചെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവും. ഞാനിതിന്റെ പേജ് തുറക്കുമ്പോ വരെ പേടിക്കുക. കാരണം ഈ കൈകൊണ്ട് പിടിക്കാൻ പറ്റിയ ഒരു സാധനം അല്ലത്. വല്ല ഗ്ലൗസും കൊണ്ടുവരേണ്ടിയിരുന്നു. എന്താ സംഭവം നിങ്ങൾ ആലോചിച്ചേ. റസൂലുള്ള കാഷ്ടിച്ചാൽ സ്വഹാബികള് നബിക്ക് ശരിക്കും മറണ്ടായി കൊടുക്കും. നബി കാഷ്ടിച്ച് ശുദ്ധീകരിച്ച് കഴുകി വൃത്തിയാക്കി പോരും. എല്ലാവർക്കും അറിയാം, പ്രസിദ്ധമാണ് ഈ സുന്നത്ത്. ഇനിയോ മസ്ജിദ് നബവിയുടെ പരിസരത്തൂടെ റസൂൽ അങ്ങനെ വരുമ്പോ റസൂൽ ചോദിക്കുക, ആരുതാ കബറ്, ആരുതാ കബറ്? പറഞ്ഞ ഇന്നാളാ. നല്ലേ അയാൾ ശിക്ഷിക്കപ്പെടുകയാണ്. എന്തിന്? മൂത്രമെന്ന മാലിന്യം ഒഴിച്ചിട്ട് കഴുകാത്തതിന്റെ പേരിൽ, മൂത്രമൊഴിച്ചിട്ട് കഴുകാത്തതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയാണ്. റസൂല് പറഞ്ഞോ, എന്റെ മൂത്രവും കാഷ്ടവും ഒരു കുഴപ്പമില്ല, പരമപരിശുദ്ധാന്ന്. ഈ പുസ്തകത്തിലുള്ള ഇനി വായിച്ച് കളിപ്പിച്ചങ്ങൾ ഞെട്ടിപ്പോവും. ഇത് എഴുതിയതാരറിയോ? മൊയ്ലിയാര്, AP ഉസ്താദിന്റെ മൊയ്ലിയാക്കന്മാര്. ആരാ എഴുതി? ഹസൻ ഇർഫാനി വെട്ടിച്ചിറ. ഞാൻ ഇപ്പൊ താമസിക്കുന്നതിന്റെ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പ്, വളാഞ്ചേരിന്റെ അപ്പുറത്ത്, പുത്തനത്താണിയുടെ നടുവിൽ വെട്ടിച്ചിറ. അവിടെ ഒരു മൊയ്ലിയാർ എഴുതിയാണ്. കേട്ടോളിട്ടോ, കുറച്ച് കാര്യങ്ങള് ഗൗരവമായിട്ട് ആധുനിക ലോക മുസ്ലിമീങ്ങളുടേത് ചിലത് പഠിക്കാൻ വേണ്ടി പറയാണ്. നല്ലോണം ആലോചിക്കണം. പ്രവാചകന്റെ രക്തവും മൂത്രവും തലക്കെട്ടാണേ. ഓരോന്നും വായിച്ച് കളിപ്പിച്ച ആധുനിക ലോകം മാനവികത ഉണർത്താൻ ഉസ്താദ് യാത്ര നടത്തിയില്ലേ, ആ ഉസ്താദിന്റെ ശിഷ്യൻ എഴുതുകയാണ്. AP സുന്നികളെ ശരിക്കും ആലോചിച്ചോളെ, ഇങ്ങക്ക് ഈ നാട്ടില് തല ഉയർത്തി ജീവിക്കാൻ നിങ്ങൾ ഉസ്താദുമാര് സമ്മതിക്കൂല. അതെന്താ? മുടിയോണ്ട് തന്നെ സുന്നികൾ തല എത്തി കിടക്കുക. ഈ ഉസ്താദിനെ കൊണ്ട് തോറ്റ് വയസ്സുകാലത്ത്. എന്നിടത്താണ് ആരില്ല AP സുന്നികൾ നല്ലൊരു ശതമാനം ആളുകൾ അത്യാവശ്യം മറ്റുള്ളവരൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നവര്. ഇവിടെ കേട്ടോളിട്ടങ്ങള്, പ്രവാചകന്മാരുടെ രക്തവും മൂത്രവും കൊണ്ട് സഹാബത്ത് ബർക്കത്തതായി ധാരാളം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നബീന്റെ സഹാബികള് മൂത്രം കൊണ്ട് രക്തം കൊണ്ടും തീർന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിസർജ്യം ഉടനെ തന്നെ ഭൂമി വിഴുങ്ങും. നബി കാഷ്ടിക്കുമ്പോഴേക്ക് ഭൂമി മിണുങ്ങി മിണുങ്ങി തീർന്നില്ല. അടുത്ത് പ്രവാചകരുടെ മലവും മൂത്രവും രക്തവും ശുദ്ധിയുള്ളതാണെന്ന് പണ്ഡിത മതം. ഇങ്ങനെ നബീന്റെ മൂത്രം, കാഷ്ടം, ഇതൊക്കെ എന്താണ്? രക്തം ശുദ്ധിയുള്ളതാണെന്ന് പണ്ഡിത മതം. ഏത് പണ്ഡിതൻ? ഏതാ പണ്ഡിതൻ? ഔഡിയം പറഞ്ഞത് ഏതാ പണ്ഡിതൻ? യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ. ആ പണ്ഡിതന്മാർ ജനങ്ങളുടെ ധനം അന്യായമായി നക്കിത്തിന്ന് പള്ള വീർപ്പിച്ച് അറാമത്തിന്ന് വീർപ്പിച്ച പണ്ഡിതന്മാർ പറയണെന്ന്, നബീന്റെ രക്തവും കാഷ്ടവും പരിശുദ്ധാണ്. തീർന്നില്ല. അടുത്ത വാചകം കേട്ട ചിരിച്ചും പോവും നിലവിളിച്ചും പോവും. എന്തറിയോ? പ്രവാചകന്മാരുടെ, നബീന്റെ മാത്രല്ല കേട്ടോ, പ്രവാചകന്മാരുടെ മലമൂത്രത്തിന്റെയും രക്തത്തിന്റെയും പരിശുദ്ധിയെ കുറിച്ച് ഇമാം സുയൂത്തി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്തി ഇന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ പരിശുദ്ധിയെ പറ്റി. ആരെ? റസൂലുള്ളാഹിന്റെ കാഷ്ടത്തിന്റെ പരിശുദ്ധി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരാള് കാഷ്ടിക്കുക, അതിങ്ങനെ കൈകൊണ്ട് പഠിച്ചിട്ട് അത്ര എങ്ങനെയുണ്ട്? നബീന്റെ ആലോചിച്ചോ. കുളിക്കണോ? ഡ്രസ്സിൽ കാഷ്ടായാൽ അത് കഴുകി നെജിസ് പോക്കിയിട്ട് എന്ത് വേണോ? ഒന്നെടുക്കണം, കുളിക്കണം, നിസ്കരിക്കണം, അല്ലേ? നബീന്റെ സഹാബിമാരോ നബി കാഷ്ടിക്കുമ്പോഴേക്ക് അല്ലാഹു അക്ബർ. നിങ്ങളെ മതം ഏതാ? AP സുന്നികളെ, നിങ്ങളെ മതം കാത്ത ഒരു ഉസ്താദ് നിർമ്മിച്ച മത, പുതിയ മതം, അള്ളാന്റെ മതല്ല. ഏത് ഹദീസാ? എനിക്ക് കേൾക്കണ്ട നിങ്ങൾക്ക്? സുബ്ഹാനല്ലാഹ്, കേട്ടോളി. ഒരു രാത്രി പ്രവാചകന് മൂത്രിക്കാൻ ഒരു പാത്രം ഉണ്ടായിരുന്നു. ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്രമൊഴിച്ച് കട്ടിലിന്റെ ചോട്ടിൽ ആ പാത്രം വെച്ചു.
ഞാൻ രാത്രി എഴുന്നേറ്റപ്പോൾ എനിക്ക് അമിതമായി ദാഹമുണ്ടായി. ഞാനതെടുത്ത് കുടിച്ചു. ഞാനെന്ത് ചെയ്തു? അതെടുത്ത് കുടിച്ച്. ഞാനെന്ത് ചെയ്തു? അതെടുത്ത് കുടിച്ച്. നേരം വെളുത്തപ്പൻ നബി തങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഒരു കാലത്തും നിന്റെ വയറിന് അസുഖമുണ്ടാകില്ല. തീർന്നില്ല. ഇമാം തബറാനിയുടെ റിപ്പോർട്ടിൽ അല്ലാഹു നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് നിഷിദ്ധമാക്കി. നബിന്റെ മൂത്രം കുടിച്ചതുകൊണ്ട് ഇനി ഒരിക്കലും നിന്റെ ശരീരം നരകത്ത് പോകില്ല. ഇക്കാരം വേണ്ട, നോമ്പ് വേണ്ട, ഹജ്ജ് വേണ്ട, ഷാത്തിൽ ഒറ്റ ലിറ്റർ കുളുക്കുടൂന്ന് മൊറായി കുടിച്ച മൊറാർജി ദേശായി കുടിച്ച മൈരി കുടിച്ചാൽ ഉസാറ് സ്വർഗത്ത് പോകും. നിങ്ങളെ മതം ഏതാ? ഹിന്ദു മതം, ക്രിസ്തു മതം, ജൈന മതം, ബുദ്ധമതം, കൺഫ്യൂഷ്യാനിസം, കാന്തപുര മതം. ഐ ഗംഭീരം! നിങ്ങൾക്കൊരു പുതിയ മതം, കാന്തപുരത്തിന്റെ മതം. നിങ്ങളെ അല്ലാഹ് കാന്തപുരം, നിങ്ങളെ നബി കാന്തപുരം. ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ പറഞ്ഞ. അല്ലാഹ് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും കാന്തപുരത്തിനോട് ചോദിക്കണോ? ഇവര് പറഞ്ഞ ഒരു സ്വപ്നജീവി ഉണ്ട്, സ്വപ്നോന്മാനീയ എന്ന മാരക രോഗമാണ് അയക്കുന്നാണ് വിലയിരുത്തൽ. രാവും പകലും മൂപ്പരെപ്പോഴും സ്വപ്നം കാണും, കാന്തപുരത്തിനെ കാണും. മൂപ്പരെപ്പോഴും ഒരു അസനിയ. മൂപ്പര് പറയണേ, അല്ലാഹു തആല എനിക്ക് കാന്തപുര ഉസ്താദിനോട് ചോദിക്കാണ്ട് ഒരു കാര്യവും ദുനിയാവ് ചെയ്യൂല. അപ്പോ കണ്ണൂർ സിറ്റിന്റെ പരിസരത്ത് മഴ പെയ്യണം. അപ്പൊ അല്ലാഹ് മർക്കസല്ലേ, കാന്തപുര ഉസ്താദല്ലേ? അതെ, ഞാൻ അള്ളയാ. ഞാൻ സിറ്റിയിൽ മഴ പെയ്യിപ്പിച്ചോട്ടെ. അമുങ്ങി. ഇന്തോനേഷ്യയിലെ സുമാത്രയില് സുനാമി ഉണ്ടാക്കട്ടെ എന്ന് രാത്രി അല്ല മർക്കസിലേക്ക് മൂളി. മൂപ്പര് മൂളണത്രേ അള്ളാഹ്ക്ക് ചെയ്യാൻ. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഇഖ്ലാസ് പഠിക്ക്. സൂറത്ത് ഇഖ്ലാസ് പഠിക്കാത്ത നിങ്ങൾക്ക് എന്ത് മാനവികതയും എന്ത് ദീനുമാണുള്ളത്? ആലോചിക്കണം മുജാഹിദുകൾ എന്താ പറയണത്. തീർന്നില്ല. ഇനി ഏറ്റവും രസകരം അല്ലണ്ടല്ലോ, ഈ കള്ളം പറഞ്ഞാൽ പടച്ചും പൊളിക്കും.